Hello guys, welcome back to Talks and Walks by Revati. ഇപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. വെറുതെ ഇരിക്കുമായിരുന്നു കേട്ടോ വീട്ടിൽ. നല്ല അടിപൊളി ഒരു മഴയൊക്കെ കഴിഞ്ഞ് നല്ല ഒരു ഹെയർ വാഷൊക്കെ എടുത്ത് ഒരു കുളിയൊക്കെ പാസ്സാക്കി അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു എന്തായിരുന്നാലും കുളിച്ചു എങ്കിൽ ശരി റെഡി ആയിട്ട് എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യാം. കുറേ ദിവസമായാലും വീഡിയോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടെന്ന്. അപ്പോൾ ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ്, എൻ്റെ ചാനലിലേക്ക് പുതിയ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തെൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. കൂടെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ അടുത്ത ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആദ്യം തന്നെ കിട്ടത്തുള്ളൂ. സോ ഇന്ന് എന്താണ് വീഡിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഗസ് ഉണ്ടോ ഇല്ലെങ്കിൽ ഞാൻ തന്നെ പറയാം, കാരണം നിങ്ങൾക്കറിയാൻ വഴിയില്ലല്ലോ. സോ ഇതാണ് ഗൈസ് എൻ്റെ ഐഫോൺ. ഓക്കെ, ഇതിൻ്റെ നോർമൽ കളർ വന്നിട്ട് ഇതാണ്, ഒരു വൈറ്റ് കളറാണ്. സോ ഞാൻ ഇതിൻ്റെ കുറേ കേസസ് വാങ്ങിച്ചിട്ടുണ്ട്. കുറേ കേസ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ എനിക്ക് കുറേ കേസ് കളക്ഷൻ ഉണ്ട്. സോ ആ കളക്ഷൻസ് ആണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. സോ നമുക്ക് പോകാം. എൻ്റെ എത്ര കേസ് ഉണ്ടെന്ന് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും. ഫസ്റ്റ് ഈ വീഡിയോ കാണുന്നതിന് മുന്നേ ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് പറയാം എൻ്റെ എത്ര കേസ് ഉണ്ടാവും എന്നുള്ളത്. സോ വെറൈറ്റി ഒരു കേസ് വരെ ഉണ്ട്. അപ്പം മിസ് ചെയ്യാതെ വീഡിയോ എൻ്റെ വരെ ഒന്ന് കാണണം കേട്ടോ. ആ കേസ് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ, നിങ്ങളുടെ കൈവശം ഉണ്ടോ, നിങ്ങൾ അങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ടോ എന്നും കൂടെ വീഡിയോ കണ്ടതിന് ശേഷം എന്നോടൊന്ന് പറയണം കേട്ടോ. ഓ അയ്യോ, അപ്പോൾ ഇന്ന് ഞാനിവിടെ അൺബോക്സ് എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാലും നിങ്ങളുടെ മുന്നിലേക്ക് പ്രദർശിപ്പിക്കാൻ പോകുന്നത് എന്താണെന്നറിയാമോ? എൻ്റെ കുറച്ച് ഐഫോൺ കേസിൻ്റെ കളക്ഷനുകളാണ്. കുറേ ഉണ്ട്. ഒന്നും നോക്കിയില്ല, എനിക്ക് പറിച്ചിടാ കാശ് ഞാൻ വാരി എറിഞ്ഞു. കുറേ വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട്. കുറേയൊക്കെ ഗിഫ്റ്റ് കിട്ടിയതുകൊണ്ട് അങ്ങനെ ഞാൻ ഇവിടെ ആരംഭിക്കുകയാണ് ഗൈസ്. നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ഐഫോൺ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു കേസ് കിട്ടുമല്ലോ, അതായിരുന്നു ഈ കേസ്, എൻ്റെ ഫസ്റ്റ് കേസ്. ഇത് കുറേ നാളിട്ടുകൊണ്ട് നടന്നു. പിന്നെ അവസാനം അറിയാമല്ലോ ഈ ഒരു ട്രാൻസ്പെറൻ്റ് കേസിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ഈ എണ്ണമയവും ബാക്കി കാര്യങ്ങളൊക്കെ പറ്റി അതൊരുമാതിരി അങ്ങോട്ട് വൃത്തിയിട്ട കളറിലാവും. അങ്ങനെ അത്രയും വൃത്തികേടാവുന്നതിന് മുന്നേ ഞാൻ എന്ത് ചെയ്തു, അങ്ങോട്ട് മാറ്റി. അപ്പം ഇതായിരുന്നു എൻ്റെ ഫസ്റ്റ് കേസ്. സെക്കൻഡ് കേസ് ഒരുമാതിരി ചീത്തയായിട്ട് ഞാനതെടുത്ത് കളഞ്ഞു. ഒരു ഫ്ലവറിൻ്റെ ഒരു ഇതൊക്കെ പ്രിൻ്റൊക്കെ ഉള്ളതായിരുന്നു, ഞാനത് ഉപേക്ഷിച്ചു ഗൈസ്. അത് കഴിഞ്ഞിട്ട് ഞാൻ വാങ്ങിച്ചത് ഇതായിരുന്നു സെക്കൻഡ് വൺ. അത്യാവശ്യം എല്ലാം നല്ല കേസാണ് കേട്ടോ. ഇതൊക്കെ എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്നുള്ളത് ലാസ്റ്റ് ഞാൻ പറയാം. അപ്പോൾ ഇതായിരുന്നു സെക്കൻഡ് കേസ്. ഇത് വലിയ കുഴപ്പമില്ല, പക്ഷെ കുറച്ച് ഹാർഡായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കാരണം ഇത് ഇട്ട് കഴിഞ്ഞാൽ ഊരാൻ പാടാണ്. അങ്ങനത്തെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ അത്യാവശ്യം കുഴപ്പമില്ല. ആ ആപ്പിനകത്ത് കണ്ടപ്പോൾ എനിക്കിത് ഭയങ്കര രസമായിട്ട് തോന്നിയിട്ട് വാങ്ങിച്ചാണ്. വാങ്ങിച്ച് കൈ കിട്ടിയപ്പോഴത്തേക്കിനും ശരിക്കും നമ്മുടെ മീഷോ പ്രോഡക്ട്സിൻ്റെ പോലത്തെ ഒരു ഇതായിരുന്നു. ഞാൻ കേട്ടത് ആണ് എനിക്ക് കിടച്ചത് ആ ഒരു എഫക്റ്റായിരുന്നു. എന്നാലും വലിയ കുഴപ്പമില്ല. കുറച്ച് നാളത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ആ സമയത്തെ സെൽഫികൾ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറീസ് കണ്ടവർക്ക് അറിയാം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഇവിടെ ഒരു ചെറിയ പാവക്കുട്ടി ഉണ്ടായിരുന്നു. ജസ്റ്റ് ഞാനത് ഇളക്കി കളഞ്ഞു. കാരണം അത് തറയിലൊന്നും വെക്കാൻ പറ്റത്തില്ല, പോക്കറ്റ് വെക്കാൻ പറ്റില്ല, ബാഗിനകത്തൊക്കെ വെച്ചാലും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ അങ്ങനെ അത് റിമൂവ് ചെയ്തിട്ട് ഇത് കുറച്ച് നാൾ യൂസ് ചെയ്തു. പിന്നെ ഇതും ഏറെക്കുറെ എൻ്റെ പിടുത്തത്തിൻ്റെ ആ ഒരു ഇത് കയ്യിലെ പ്രിൻ്റൊക്കെ ആയിട്ട് അതും ചീത്തയായി. സോ നെക്സ്റ്റ് വൺ എൻ്റെ ഫേവറേറ്റ് വണ്ണാണ് കേട്ടോ. ഇത് ഒരു നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഇതിനകത്ത് ഒരു ഹാർട്ട് ഷേപ്പിലൊരു ഇതുണ്ട്. അതിലിങ്ങനെ ഫ്ലവറൊക്കെ വന്നിട്ടുള്ള നല്ലൊരു ട്രാൻസ്പെറൻറ്റ് കേക്കാണ്. ഇത് നല്ല അടിപൊളിയാണ് കേട്ടോ. ഫോണ് നല്ലൊരു ക്ലാസി ലുക്കാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കേക്ക്. അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് സ്മൈലി. അതായത് മൾട്ടി കളറിൽ വരുന്ന ഒരു ഇതാണ്. ഇതും നല്ല ഭംഗിയാണ്, നല്ല രസമാണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. കൊള്ളത്തിലേ. ഓക്കെ, നെക്സ്റ്റ് വൺ വന്നിട്ട് ഡോണ്ട് ടച്ച് മൈ ഫോൺ. ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്ത ഒരു ഫോൺ കേസ് ഇതാണ് കേട്ടോ. കാരണം ഫോണിൽ എപ്പോഴും മിക്കുള്ളപ്പോൾ ഞാൻ എവിടെ പോയാലും ഏറ്റവും കൂടുതൽ ഇട്ട് യൂസ് ചെയ്തേക്കുന്ന ഒരു കേസ് ഇതാണ്. എനിക്ക് ആ ഒരു പുള്ളിക്കാരൻ്റെ മുഖവും കണ്ണും ആ ഒരു
എഴുത്തുമൊക്കെ ഇഷ്ടം. ഞാൻ ആദ്യം വിചാരിച്ച് ഈ വൈറ്റ് കളറിലൊക്കെ ചീത്തയാവും, അത് പെട്ടെന്ന് അഴുക്കായി പോകുന്നതാണ്. പക്ഷേ ഇതുവരെയും അതിലൊരു കളറും അങ്ങനെ പറ്റിപ്പിടിക്കുകയൊന്നും ചെയ്തിട്ടില്ല. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള കേസസ് ആണ് ഇതെല്ലാം. പിന്നെ നല്ല സിലിക്കോണിൻ്റെ കേസസ് ആണ്, അതുകൊണ്ട് വലിയ ഡാമേജുകളൊന്നും പെട്ടെന്ന് വരത്തില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ റീസെൻ്റ്ലി കുറച്ച് നാളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കേസ് ഇതാണ്. ഒരു ലെപ്പാഡ് പ്രിൻറ്റിലൊരു മൾട്ടി ഷെയ്ഡ് വന്നിട്ടുള്ളൊരു സാധനം. ഇതും അത്യാവശ്യം ഒരു നൈസ് ലുക്കാണിത്. ഇത് ഫോട്ടോയിൽ കണ്ടപ്പോൾ കുറച്ചുകൂടെ ഭംഗിയുണ്ടായിരുന്നു. ഞാൻ എക്സ്പെക്ട് ചെയ്ത് അത്രയും വന്നില്ലെങ്കിലും കുഴപ്പമില്ല, അത്യാവശ്യം നല്ലൊരു കേസാണിത്. ആൻഡ് നെക്സ്റ്റ് വൺ എൻ്റെ ഫേവറേറ്റും അതാണ്. പക്ഷേ ഞാൻ അങ്ങനെ ഇടയ്ക്ക് മറന്നു പോകും. ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പുറത്ത് പോകുമ്പോഴത്തേക്ക് മാച്ചിങ്ങിന് എടുത്തിട്ട് പോകാനായിട്ട് ഞാൻ മറന്നു പോകും. സോ ഇത് ഒരു ബ്ലാക്ക് നല്ല ഒരു ബോ ഒക്കെ വന്നിട്ടുള്ള നല്ലൊരു സാധനമാണ്. നല്ല സോഫ്റ്റാണിത്. ഒരു എൻ്റെ ഫേവറേറ്റ് വണ്ണിലുള്ള ഒന്നാണ്. എല്ലാം എൻ്റെ ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് തന്നെയാണ്. പക്ഷേ എന്നാലും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ. പിന്നെ അടുത്ത് വന്നിട്ട് ഞാൻ ഈ ഒരു കേസാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് നൈറ്റ് ആകുമ്പോഴത്തേക്കിനും, അതായത് ലൈറ്റൊക്കെ ഫുൾ ഓഫ് ആയിരുന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ബ്ലൂ കളർ ഉണ്ടല്ലോ, അത് നിയോണാണ്. അതിപ്പം ബ്ലിങ്ക് ചെയ്യും. അതായത് ലൈറ്റിലിങ്ങനെ അത് ലൈറ്റായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ പണ്ടത്തെ ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ, വാച്ചിൽ നമ്മളിങ്ങനെ കൈവച്ച് നോക്കുമ്പോഴത്തേന് അകത്തൊരു കിളിപ്പച്ച കളറിൽ നമുക്ക് കാണാൻ പറ്റത്തില്ലേ, നമ്മൾ പഴയ നോക്കിയുടെ സെറ്റിലൊക്കെ ഉള്ള അതുപോലത്തെ ഒരു എഫക്റ്റിൽ ഇതിങ്ങനെ കട്ട്. ഇതിൻ്റെ ഒരു സെയിം പിങ്ക് ഞാൻ വന്നിട്ട് അനിയത്തിക്ക് വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ. പിന്നെ അടുത്തത് വന്നിട്ട് ഇതാണ് ഗ്രീൻ വൺ. ഇതും എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് വണ്ണാണ്. കാരണം നല്ല അടിപൊളി പ്രൊട്ടക്ഷനാണ് ഫോണിന്. നല്ല കട്ടിയുള്ള നല്ല കേസാണ് ഇത്. നല്ല കേസാണ്. ഫോൺ ഇത് തറയെ വീണാലും വലിയ സീനൊന്നും വരത്തില്ല. അതിൽ പിന്നെ എന്താണ് ലവ് യുവർ സെൽഫ് എന്നും അതിനുള്ള കോട്ടൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതും അത്യാവശ്യം നല്ല ഒരു കേസാണ്. നെക്സ്റ്റ് വൺ വന്നിട്ട് നമ്മുടെ കുഞ്ഞി പാണ്ട. ഒരു കോഫി ലവേഴ്സിന് വേണ്ടിയിട്ടുള്ളൊരു സാധനമാണ് ഇത്. കാണാൻ നല്ല രസമൊക്കെയാണ്, യൂസ് ചെയ്യാനും നല്ലതാണ്. പക്ഷെ ഒരേ ഒരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പാണ്ടയൊക്കെ ഇതിലിങ്ങനെ ഇതിൻ്റെ ടെഡിയുടെ മുഖമൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് ഇങ്ങനെ ഫോൺ എങ്ങും പ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. ഇങ്ങനെ മാത്രമേ പ്ലേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ പൊതുവേ സ്ക്രീനിൽ വലുതായിട്ട് ഡാമേജ് ഒന്നും വരരുതെന്ന് ആഗ്രഹിക്കുന്ന, സ്ക്രാച്ച് ഒന്നും വരരുതെന്ന് ആഗ്രഹിക്കുന്നതാണ്. സ്ക്രീൻ ഗാർഡൊക്കെ ഇട്ടിട്ടുണ്ട്. എന്നിരുന്നാലേ നമുക്കൊരു ഫോണിനോടൊരു അമിതമായ എന്താ പറയുക ഒരു കെയർ ഒക്കെ ഉള്ള ഒരാളാണ് ഞാനപ്പം. ഈ കേസ് ഞാൻ അങ്ങനെ അധികം യൂസ് ചെയ്യാറില്ല. ഇതിൻ്റെ കളർ കോമ്പിനേഷനുള്ള ഡ്രസ്സൊക്കെ ഇടുമ്പോൾ വല്ലപ്പോഴും എടുത്തിട്ടുണ്ട് പോകും. ഞാൻ ഓർത്താൽ മറന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം. അടുത്ത വന്നിട്ട് അതെ ഈ ഒരു ഇതാണ്. ഇത് വന്നിട്ട് പണ്ടൊരു ഇടയ്ക്കൊക്കെ നമ്മുടെ എല്ലാ ഫോണിലും നമ്മൾ കസ്റ്റമൈസ്ഡ് കേസസ് ഒക്കെ ഇറങ്ങിയ സമയമുണ്ടല്ലോ, ആ സമയത്തൊക്കെ മോസ്റ്റ്ലി ഗേൾസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സാധനമാണിത്. അപ്പോൾ ആ ഒരു നൊസ്റ്റു അടിച്ചപ്പോഴത്തേക്ക് ഞാൻ വാങ്ങിയതാണ്. വലിയ കുഴപ്പമില്ലാന്നേ ഉള്ളൂ. ഭയങ്കര സൂപ്പർ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ ഈ ഒരു പ്രിന്റ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ എടുത്തതാണ്. കുറച്ചും കൂടെ ക്വാളിറ്റി ഞാൻ പ്രതീക്ഷിച്ചിരുന്നു, അത്രയില്ല. പിന്നെ ജസ്റ്റ് ഇടയ്ക്കൊക്കെ യൂസ് ചെയ്യാം, മാറി നമുക്ക് യൂസ് ചെയ്യുന്ന കൂട്ടത്തിൽ യൂസ് ചെയ്യാം എന്നുള്ളൊരു സാധനമുണ്ട്. പിന്നെ വന്നിട്ട് ഇതൊരു കോംബോ പാക്ക് ആയിരുന്നു. അത് 3 എണ്ണം ഉണ്ടായിരുന്നു. അതിൻ്റെ ബ്ലാക്കും വൈറ്റും ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. സോ ഇതും നല്ലതാണ് കേട്ടോ. ഇങ്ങനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഒരു ഡിസൈൻ ഇങ്ങനെ ഉള്ളത് കൊണ്ട് എളുപ്പമായിരിക്കും. അത് നല്ല കട്ടിയുള്ള കേസാണ്. ഫോണിന് നല്ല പ്രൊട്ടക്ഷനുള്ള ഒരു കേസാണ്. ഇപ്പോൾ ലാസ്റ്റ് ഞാനൊരു അമ്പലത്തിൽ പോയ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ ഈ കേസ് എടുത്തിട്ടാണ് പോയത്. പിന്നെ മിറർ സെൽഫി ഒന്നും എടുക്കാത്തതുകൊണ്ടാണ് കാണിച്ചു തരാൻ പറ്റാത്തത്. അതിൻ്റെ സെയിം എൻ്റെ വൈറ്റും ബ്ലാക്കും. വൈറ്റ് ഞാൻ കുറച്ച് യൂസ് ചെയ്തായിരുന്നു, അപ്പോൾ അതാണ് അതിങ്ങനെ ഇരിക്കുന്നത്. ഒരു സാരി ഉടുത്തിരുന്നു, സാരിയുടെ കളർ ഇളകിയാണ് ഇതിൽ മൊത്തം ഇങ്ങനെ ആയത്. ബ്ലാക്ക് ഇതുവരെ യൂസ് ചെയ്തില്ല, യൂസ് ചെയ്യണം. ഇവർ 3 പേരുമായിരുന്നു ഒരുമിച്ച് വന്നവർ. പാവം ഇതിലെ തെരുവിലൊക്കെ പറക്കി നടക്കുന്ന പിള്ളേരുടെ അവസ്ഥയായി. ഇത് മൊത്തം ചെളിയൊക്കെ ആയിട്ട് വാഷ് ചെയ്തെടുക്കണം ഇത്. ഇവർ 3 പേര് അവരൊരു സെറ്റായിരുന്നു. പിന്നെ നമ്മൾ നേരത്തെ കാണിച്ചില്ലേ പാണ്ടയല്ല ടെഡി ബിയറിൻ്റെ കോഫി എഫക്റ്റ് വരുന്നത്, അതിൻ്റെ അടുത്ത ഒരെണ്ണമാണ്. അതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന വേറൊരെണ്ണം കോഫി ലവേഴ്സിന്. ഇത് ഇതുവരെ യൂസ് ചെയ്തില്ല. എപ്പോഴും വിചാരിക്കും, പക്ഷെ ഞാൻ മറന്നു പോകും. ഇത്തവണയെങ്കിലും എനിക്ക് കറക്റ്റായിട്ട് ഡ്രസ്സ് പുറത്ത് പോകുന്ന സമയത്ത് ഡ്രസ്സ് നോക്കിയിട്ട് മാച്ചിങ്ങിന് എനിക്ക് ഇതെടുത്തൊക്കെ യൂസ് ചെയ്ത് നശിപ്പിക്കണം. അല്ലാതെ ഇതിങ്ങനെ വെച്ചിരുന്നിട്ട് എന്ത് ചെയ്യാനാണ്? യൂസ് ചെയ്യാനല്ലേ സാധനങ്ങൾ വാങ്ങിക്കുന്നത്. ഞാൻ പിന്നെ എത്ര യൂസ് ചെയ്താലും നശിപ്പിക്കത്തില്ല. കെയർ ചെയ്ത് ഇങ്ങനെ കൊണ്ടു നടക്കത്ത്. ഇപ്പോഴും എന്ത് സാധനമാണെങ്കിലും ഭയങ്കരമായിട്ട് ഞാൻ സൂക്ഷിച്ച് കൊണ്ടു നടക്കും. ഇപ്പോഴും എൻ്റെ 7ാം ക്ലാസ്സിലെ 6ാം ക്ലാസ്സിലേക്ക് ഡ്രസ്സ് എൻ്റെ കയ്യിലുണ്ട്. അതെനിക്കിപ്പോഴും പാകമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും? പറ്റത്തില്ല, പക്ഷെ അതാണ് വാസ്തവം. അടുത്ത എൻ്റെ ഒരു ഫേവറേറ്റ് വണ്ണാണ് കേട്ടോ. കാരണം ആ ഒരു കളർ കോമ്പിനേഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു.
ഇത്. പിന്നെ ഇത് കാണുമ്പോഴത്തേക്കിനും ലൈക്ക് എപ്പോഴും ഐഫോൺ എന്ന് പറയുമ്പോഴത്തേക്കിനും ഇവിടെ ഒരു കർവി ആയിട്ടാണ് വരുന്നത്. പക്ഷേ ഇത് കണ്ടോ നല്ല ഷാർപ്പ് എഡ്ജസ് ഉള്ള നമ്മുടെ ഒരു എന്താ പറയുക S24-ൻ്റെയൊക്കെ ദൂരെ നിന്ന് കാണുമ്പം ആ ഒരു മോഡൽ. പക്ഷേ ഐഫോൺ കേസാണ്. എല്ലാം തന്നെ നമുക്കിവിടെ ചാർജ് എൻ്റെ എല്ലാ ഇതിലും ഐഫോൺ ഇത് കേസിലും വന്നിട്ട് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. നമ്മുടെ എന്തായാലും പറയുന്നത് ഐഫോൺ ടു ഐഫോൺ ചാർജ് ചെയ്യാൻ പറ്റും. പിന്നെന്താണ് പവർ ബാങ്ക് ഉപയോഗിച്ചിട്ട് ചാർജ് ചെയ്യാൻ പറ്റും. എൻ്റെ പവർ ബാങ്ക് ഇവിടെ പവർ ബാങ്ക് ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇതിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ആയിരുന്നു, ഞാൻ അടിച്ച് മാറ്റിയതാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ചാർജിങ് ഇതിങ്ങനെ ഒട്ടിച്ച് വെച്ചാൽ ഒട്ടിച്ചിരിക്കും, ചാർജ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇത് നല്ലൊരു സാധനമാണ്. നല്ല പിങ്ക് ഡ്രസ്സൊക്കെ ഇട്ട് ഫുൾ പിങ്കി ആയിട്ട് പോകാൻ പറ്റും. ഞാനൊരു വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറ്റുവാണെങ്കിൽ ഇതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കാം. സോ അത് കഴിഞ്ഞിട്ട് ഐഫോൺ 15 Pro Max ഇറങ്ങിയ സമയത്ത് ഭയങ്കര ട്രെൻഡിൽ വന്ന ഒരു കേസായിരുന്നു എൻ്റെ ഈ ഒരു സാധനം. ഇത് കണ്ടിട്ടില്ലാത്തവർ കുറവായിരിക്കും. നല്ല കേസാണ്, കാണാനൊക്കെ അടിപൊളിയാണ്. പക്ഷേ ഇത് ഫോണിന് നല്ലതല്ല. കാരണം ഇത് ഹാർഡ് കേസാണ്. ഒരു വലിയ സുഖമില്ല, തറ വീണാൽ ഇത് പൊട്ടിപ്പോവും. അതുപോലെ തന്നെ ഇത് ഇട്ട് കഴിഞ്ഞ് ഫോൺ ഇതിന് ഊരിയെടുക്കാൻ പറ്റത്തില്ല, ഫുള്ള് സ്ക്രാച്ച് ആവും. ഞാനന്ന് ഒരുപാട് കഷ്ടപ്പെട്ട് എൻ്റെ ഒരു നഖമൊക്കെ ഇങ്ങനെ, ഞാനപ്പോൾ നെയിൽ വളർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നെയിലൊക്കെ ഇങ്ങനെ ഫുള്ള് ഡാമേജായി. ഫ്രണ്ടിൻ്റെ കൈ കൊടുത്തു, അവളുടേതും ഡാമേജായി. പിന്നെ വല്ലച്ചാതിയും വളരെ കഷ്ടപ്പെട്ടാണ് ഊരിയെടുത്തത്. അതിനുശേഷം വരെ ഞാൻ ഈ കേസ് ഇട്ടിട്ടില്ല, ഒരേ ഒരു വട്ടമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ആ സമയത്ത് എടുത്ത 1-2 ഫോട്ടോസ് വീഡിയോസൊക്കെ ഉണ്ട്, അത് ഞാൻ ഈ വീഡിയോയുടെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വൺ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കുറേ ഇങ്ങനെ വെറുതെ കയറി ഈ ആപ്പിനകത്ത് ഇങ്ങനെ കയറി തപ്പി ഇരുന്ന സമയത്ത് എനിക്ക് കിട്ടിയതാണ്. അപ്പം നല്ലൊരു കേസാണ് കേട്ടോ. അത് ഇങ്ങനത്തെ സാധനം നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടോ ഇല്ലോ എന്നുള്ളതൊന്ന് കണ്ടിട്ട് പറയണം കേട്ടോ. എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് ആ കേസ്. കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മൾ ഫോട്ടോ മറ്റേ ഇതെടുത്ത് ഇതിൻ്റെ അകത്ത് വെച്ചേക്കുകയാണ് എന്ന്. പക്ഷേ ഇത് അങ്ങനെയല്ല. ഇതെങ്ങനെയാണ്, ഇതിൻ്റെ സീക്രട്ട് എന്താണെന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാം. വരൂ, കമോൺ ലെറ്റ്സ് ഗോ. നമുക്കിതിൻ്റെ സീക്രട്ട് എന്താണെന്ന് കാണാം. സോ ഇതിപ്പോൾ എൻ്റെ ഐഫോൺ. ഇത് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്ന കേസ്. ഞാൻ ആ കേസ് ഇതിലോട്ട് ഇടുകയാണേ. ഇത് നല്ല കേസാണ് കേട്ടോ, നല്ല ഹാർഡ് കേസാണ്. പക്ഷേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സിലിക്കോണിൻ്റെ തന്നെ ഹാർഡ് കേസാണ്. നല്ല അടിപൊളി പ്രൊട്ടക്ഷനാണ്. ഇത് ഫോൺ ഇട്ട് കഴിയുമ്പോൾ ഇതിൻ്റെ റിച്ച് ലുക്കാണ്, നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. കണ്ടോ? അപ്പം ഇതാണ് സംഭവം. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോൾ കാണിച്ചതൊന്ന് വെയിറ്റ് ചെയ്യണേ. ഇപ്പോൾ ഇതിലിപ്പോൾ കിടക്കുന്ന ഫോട്ടോ ഏതാണെന്ന് നിങ്ങൾ കണ്ടല്ലോ അല്ലേ? സോ ഇതാണ് അതിൻ്റെ പ്രത്യേകത. അതായത് നമുക്ക് ലൈവായിട്ട് എടുക്കുന്ന ഫോട്ടോസ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ, അതായത് നമുക്ക് ഈ കേസിൻ്റെ പിന്നിൽ ഇതുപോലെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു കേസിൻ്റെ പ്രത്യേകത. ഇതൊരു മാജിക് കേസാണ് ഗൈസ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 110 ദിർഹംസ് ആയിരുന്നു. നാട്ടിൽ ഒരു 1300 അല്ല 2000 സംതിങ് ആ ഒരു റേഞ്ചിൽ വരുന്ന കേസാണ് കേട്ടോ ഇത്. അപ്പം ഇതിനൊരു ആപ്പുണ്ട്. നമ്മൾ ഈ കേസ് വാങ്ങിക്കുമ്പോൾ അതിനകത്തൊരു ചെറിയ കാർഡുണ്ട്, ആ ഒരു സ്കാനർ അതിനകത്ത് അതുണ്ട്. അപ്പോൾ അത് വെച്ച് സ്കാൻ ചെയ്യുമ്പോൾ ആപ്പ് കിട്ടും. ആപ്പിൻ്റെ പിന്നെ ഫേസും നല്ല രസമാണ് കേട്ടോ. ഒരു കുഞ്ഞ് എന്തോ പറയുന്നത്, അണ്ണാനെന്നൊക്കെ വേണമെങ്കിൽ പറയാം, അതുപോലത്തെ കുഞ്ഞ് ഫേസുള്ളൊരു സാധനമാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ കയറിയിട്ട് അതിനകത്ത് തന്നെ കുറേ മറ്റേ അനിമീസ് അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ള കുറേ ഇത് കിടപ്പുണ്ട്. വേറെ കാർട്ടൂൺ കഥാപാത്രങ്ങളും അതും ഇതൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ അങ്ങനെയുള്ളത് നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മുടെ ഗാലറിയിൽ പോയിട്ട് നമ്മൾക്ക് ഇഷ്ടമുള്ള ഫോട്ടോസ് അപ് ടു ടൈമായിട്ട്, പക്ഷേ നെറ്റ് വേണം, അപ് ടു ടൈമായിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. നല്ലൊരു എനിക്ക് ക്യൂരിയോസിറ്റി തോന്നിയിട്ട് ഞാൻ വാങ്ങിച്ച സാധനം. ഞാൻ ആദ്യം വാങ്ങിച്ചപ്പോൾ എനിക്ക് പേടിയുണ്ടായിരുന്നു വർക്ക് ആവുമോ ആവത്തില്ലയോ എന്നൊക്കെ. വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും സമാധാനമായി വർക്ക് ആവുന്നുണ്ട്. സോ ഇത്രയൊക്കെയായിരുന്നു എൻ്റെ ഫോൺ കേസസ്, എൻ്റെ കളക്ഷൻസൊക്കെ. സോ ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കേസ് ഏതായിരുന്നു എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കാം. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നു, അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുക. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി എങ്ങനെ ഉള്ള ഇത്തരത്തിലുള്ള വീഡിയോസാണ് പോസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ള നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഓക്കെ, സോ അടുത്ത വെറുപ്പിക്കലോട്ട് വരുന്നത് വരേക്കും ഇറ്റ്സ് മീ സൈനിങ് ഓഫ്. ടേക്ക് കെയർ ഗൈസ്, ബൈ ബൈ, ലവ് യു.